MechDriveലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സ്വിഫ്റ്റിൻ്റെ ഓയിൽ ചേഞ്ചാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനായി നമ്മൾ വണ്ടി ജാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കയറിയിട്ട് ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ഡ്രെയിൻ നെറ്റ്. ഇത് T45 കീ വെച്ചിട്ട് ഒന്ന് ലൂസ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തിരുക്കി എടുക്കാം. ഓയിൽ പുറത്തോട്ട് വരും. 3 ലിറ്റർ ഓയിൽ കാണും. അപ്പോൾ അത് ശേഖരിക്കാൻ കണക്കിനുള്ള ട്രേയും കൂടെ താഴെ വെച്ചേക്കുക. ഈ കാണുന്നതാണ് ഓയിൽ ഫിൽട്ടർ. ഈ ക്യാപ്പ് മാറ്റി അതിൻ്റെ അകത്തെ എലമെൻറ്റ് നമുക്ക് മാറാൻ കഴിയും. ഇതിനായി നമുക്ക് 27 ഒരു ബോക്സ് ഇട്ട് ഒന്ന് ലിവറൊന്ന് ലൂസ് ചെയ്ത് വെക്കാം. എടുക്കുക. കൈ കൊണ്ട് തന്നെ നമുക്ക് തിരികെ എടുക്കാവുന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഓയിൽ ഫിൽട്ടർ. ഇതാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് പുതിയ ഓയിൽ ഫിൽട്ടർ ഇടണം. അതിന് മുമ്പ് ഇതിൻ്റെ ഓറിങ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ പുതിയ ഓറിങ് ഇടാം. പുതിയ ഓറിങ് ഉണ്ട്. ഓറിങ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഫിൽറ്ററിൻ്റെ കൂടെ തന്നെ ഓറിങ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി ഫിൽറ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഓയിൽ ഫിൽറ്റർ വയ്ക്കാം. അതിന് മുമ്പ് അതിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം പഴയ ഓയിലിൻ്റെ കാർബണൊക്കെ അതിൽ കാണും. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ പുതിയ ഫിൽറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ 2 ഓറിങ് ഉണ്ട്. ആ ഓറിങ് അതിൽ ഇറക്കി പ്രസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് വെക്കുക. ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ക്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. അധികം ഓവർ ടൈറ്റ് ചെയ്യല്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഓയിൽ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ആ ഡ്രെയിൻ നെറ്റ് വെച്ച് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് മുകളിൽ കൂടെ ഓയിൽ ഫിൽ ചെയ്യാം. ഒരു ഓറിങ് ഉണ്ട്. ആ ഓറിങ് ഇളകി പോകാതെ സൂക്ഷിക്കുക. തിരിച്ചിടപ്പോൾ ആ ഓറിങ് കൂടെ ചേർത്ത് ഇടുക. അത് ഓവർ ടൈറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഓയിൽ ഫിൽറ്റർ നമ്മൾ കണക്ട് ചെയ്തു. താഴെ ഡ്രെയിൻ നെറ്റൊക്കെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഓയിൽ ഇതിലോട്ട് ഫില്ല് ചെയ്യണം. ഇതാ ഈ കാണുന്നതാണ് ഓയിൽ ക്യാപ്പ്. ഓയിൽ ക്യാപ്പ് ലൂസ് ചെയ്ത് ഇതിലൂടെ നമുക്ക് ഓയിൽ ഒഴിക്കാവുന്നതാണ്. നമുക്ക് നേരിട്ട് ഒഴിക്കാൻ കഴിയുമെങ്കിൽ ഒഴിക്കുക. കളയുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു ഫണൽ ഉപയോഗിച്ച് അതിലോട്ട് ഒഴിക്കുക. അതിന് മുമ്പ് നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഒന്ന് ഉയർത്തി വയ്ക്കണം. അത് ഓയിൽ ഒഴിക്കുമ്പോൾ എയർ പിടിച്ച് ഓയിൽ കളയാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ സ്റ്റിക്ക് ഉയർത്തി വയ്ക്കുന്നത്. സ്വിഫ്റ്റ് ഡീസൽ മോഡലാണ്. ഇതിന് 3.5 ലിറ്റർ ഓയിൽ വേണം. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 15W40 ആണ്. നമുക്ക് ഓയിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ മേടിക്കാം. ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. ഗ്രേഡ് കുറയാതെ നോക്കുക. 15W40 ആണ് നമ്മളിപ്പോൾ ഇതിലൊഴിക്കുന്നത്. ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ആയി. എന്നിട്ട് നമുക്ക് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ നമുക്കറിയാം ഓയിൽ മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. സാധാരണ ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് നേരം ഐഡിയൽ സ്പീഡിൽ ഇട്ടയ്ക്കുക. വണ്ടി റേസ് ചെയ്യരുത്. നമുക്കിപ്പം തന്നെ അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട്. വണ്ടി മുമ്പ് ഓയിൽ ചേഞ്ചിന് മുമ്പും ഓയിൽ ചേഞ്ചിന് ശേഷം. അതായത് ഓയിൽ ചേഞ്ച് അത്രയ്ക്ക് അത്യാവശ്യമാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിനായി ആകെ ചിലവ് വന്നത് 850 രൂപയാണ്. അതായത് 700 രൂപ 3.5 ലിറ്റർ ഓയിലിനും 150 രൂപ ഓയിൽ ഫിൽറ്ററിനും. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കാണാം.